കലക്ടറായിരുന്ന ദിവ്യ എസ് അയ്യർ, അവർ തിരുവനന്തപുരത്ത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടറാണ്. മുൻ കലക്ടറായിരുന്ന ഡോക്ടർ ദിവ്യ എസ് അയ്യർ അവർ ആ ഒരു മാനവിക സമ്മേളന പരിപാടിക്ക് സ്വാഗതം പറഞ്ഞിട്ട് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ഒരു പ്രഭാഷണത്തിൽ തൻ്റെ അനുഭവം പങ്കുവെക്കുകയുണ്ടായി. അവർ പങ്കുവെച്ച അനുഭവം, ഞാൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് എനിക്ക് അവധി കിട്ടിയ സമയത്ത് എൻ്റെ വീട്ടിൽ പോയി. അപ്പം എൻ്റെ കൊച്ചുമോൻ 6 വയസ്സുള്ള എൻ്റെ മകൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. TV-യിൽ ഏതൊരാൾ മരിച്ചു കിടക്കുന്ന രംഗമാണുള്ളത്. അപ്പം എൻ്റെ 6 വയസ്സുള്ള കുട്ടി എൻ്റെ അടുത്ത് TV-യിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗത്തെപ്പറ്റി ചോദിച്ചു, അമ്മേ, ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ മതമേതാണ്? അപ്പം ഇവർ പറയാണ്, എനിക്ക് ദേഷ്യം വന്നു. കാരണം അപ്പം എൻ്റെ കുട്ടിയെ ഞാനൊന്ന് ശാസിച്ചു, ഒന്ന് ചീത്ത പറഞ്ഞു. എന്തിനാടാ ഈ മരിച്ചു കിടക്കുന്ന ആൾക്കാരെ മതം അന്വേഷിക്കുന്നത്? അപ്പം നിനക്കും തുടങ്ങിയോ ഈ മതവും ജാതിയൊക്കെ തെരഞ്ഞിട്ട് ആളുകളെ വേർതിരിക്കുന്ന സ്വഭാവം നിനക്കും തുടങ്ങിയോ? നിനക്ക് സ്കൂളിലെ പിള്ളേരുടെ അടുക്കൽ നിന്ന് കിട്ടിയതാണോ? കാരണം ഇന്ന് എല്ലായിടത്തും വർഗീയതയാണല്ലോ പ്രശ്നം. നമ്മൾ തന്നെ മനോഹരമായ ഒരു സാംസ്കാരിക പരിപാടി ഇന്നലെ മിനിയാന്നിൻ്റെ സായാഹ്നത്തിൽ ഇവിടെ നടത്തിയതാണ്. അത് വളരെ ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായൊരു പരിപാടിയായി. അതിന് മുതിർന്ന അങ്ങനെ ഒരു ഹൃദ്യമായ മാനവിക സാംസ്കാരിക സമ്മേളനത്തിന് എല്ലാ അർത്ഥത്തിലും കയ്യൊപ്പ് ചാർത്തിയ ഇതിൻ്റെ ഭാരവാഹികളെ, ഈ നാട്ടിലെ പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുവാനും മുക്തകണ്ഠം പ്രശംസിക്കുവാനും ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയത്. അപ്പം അതിൻ്റെ ഇടയിലാണ് മുൻ കലക്ടറായ ദിവ്യ എസ് അയ്യർ തൻ്റെ 6 വയസ്സുള്ള മകനിൽ നിന്ന് അശുഭകരം എന്ന് തോന്നുന്ന ഒരു ചോദ്യം നേരിട്ടത്. എന്താ ചോദിച്ചത്? അമ്മേ, ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ മതമേതാണ്? എന്തിനാ മോനെ നീ ആളുകളുടെ മതവും ജാതിയൊക്കെ തിരയുന്നത്? നിനക്കും വർഗീയമായ ചിന്താധാരകളൊക്കെ തന്നെ നിന്റെ മനസ്സിലും മുളപൊട്ടിയോ? ഞാൻ അതിനൊക്കെ എതിരാണ് എന്ന് ഈ അമ്മയായ മുൻ കലക്ടർ IAS-കാരിയായ ദിവ്യ എസ് അയ്യർ മോനോട് പറഞ്ഞു. അപ്പം ഈ മോൻ പറഞ്ഞു, അമ്മ എന്നെ തെറ്റിദ്ധരിക്കരുതേ, ഞാൻ ചോദിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇയാളുടെ ശേഷക്രിയ നടക്കുമ്പോൾ അത് ബേൺ ആണോ ബെറി ആണോ എന്നറിയാനാണ്. ബേൺ എന്ന് പറഞ്ഞാൽ നമ്മളെ സഹോദര മതസ്ഥരിൽപ്പെട്ട ചിലർ ലോകത്തോട് വിട പറയുമ്പോൾ അവരുടെ ശേഷക്രിയകൾ, അവരെ മൃതദേഹം കത്തിച്ച് കളഞ്ഞിട്ടാണ് നടത്താറുള്ളത്. ബെറി എന്ന് പറയുന്നത് കഫൻ ചെയ്ത് അവരുടെ ശരീരത്തെ മണ്ണിലേക്ക് മറവ് ചെയ്യുന്നതിനാണ് പറയാനുള്ളത്. രണ്ടും ശേഷക്രിയകളാണ്. രണ്ടിനും രണ്ടിൻ്റെതായ പ്രാധാന്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അമ്മേ, ചില ആൾക്കാർ മരിച്ചാൽ ബേണാണ്, ചില മതക്കാർ മരിച്ചാൽ ബെറിയലാണ്. അപ്പം ഏതായാലും അതിനെ നമ്മൾ ദൂരെ നിന്ന് ആദരിക്കണം, ബഹുമാനിക്കണം. അതിനുവേണ്ടി ചോദിച്ചതാണ്. അപ്പം ഈ അമ്മയായ IAS-കാരിക്ക് വലിയ സന്തോഷമായി. അപ്പം ഞാൻ എൻ്റെ മകനെ തെറ്റിദ്ധരിച്ചു, എൻ്റെ മകനൊക്കെ നല്ല പൗരബോധത്തോടു കൂടെയാണ് വളരുന്നത് എന്ന് ആ സ്ത്രീ തിരുത്തി പറഞ്ഞു എന്നുള്ളതാണ്. അത് അവരുടെ പ്രസംഗത്തിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്. ഞാൻ ആ സദസ്സിലുണ്ടായിരുന്നു. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? നമ്മളെ കുട്ടികളൊക്കെ നാൾക്ക് നാൾ വളർന്നു വരുമ്പോൾ യന്ത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രമാത്രം എൻ്റെ പന്തലിൻ്റെ ചോട്ടിലിരിക്കുന്ന പ്രായം ചെന്ന ഉമ്മമാർക്ക് ഡൈജസ്റ്റ് ആകും എന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മുടെ മക്കള് ഈ സാങ്കേതിക തികവുള്ള ലോകത്ത് നമ്മുടെ മടിത്തട്ടിൽ വളരുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ ഒരു തിരിച്ചറിവിലേക്ക് മക്കളെ പാകപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ, അത് നമ്മളെല്ലാവരും സംയുക്ത ആഭിമുഖ്യത്തിൽ അനുഭവിക്കേണ്ട അപകടമാണ്. മതബോധത്തിൽ നിന്ന് ആളുകൾ തെറിച്ചുവാണ്. അത് ഇസ്ലാം മതത്തിൽ നിന്ന് മാത്രമാണോ? അല്ല. ഹൈന്ദവ മതത്തിൽ നിന്ന്, ക്രൈസ്തവ മതത്തിൽ നിന്ന്, ഇസ്ലാം മതത്തിൽ നിന്ന്, ഇതിൻ്റെയൊക്കെ ഓർത്തഡോക്സ് ആയ സിസ്റ്റങ്ങളിൽ നിന്ന് ന്യൂ ജനറേഷൻ താല്പര്യം കുറഞ്ഞിട്ട് ഈ ഫ്രെയിംവർക്കിനെ പൊളിച്ചിട്ട് ഔട്ട്സൈഡിലേക്ക് പോകാനാണ് എല്ലാ മതത്തിലും പെട്ട കുട്ടികൾ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ ഇവിടെ 100 ദിവസത്തേക്ക് നടത്തിയൊരു പ്രോഗ്രാം. അത് പ്രോഗ്രാം അല്ല, ബിഗ് ബോസ് എന്ന് പറയുന്നത് അതൊരു പ്രൊപ്പഗണ്ടയാണ്. ഞാൻ അങ്ങനെ പറയാനാണ് താല്പര്യപ്പെടുന്നത്. അതൊരു പ്രൊപ്പഗണ്ടയാണ് എന്ന് പറഞ്ഞാൽ 100 ദിവസം കഴിയുമ്പോഴേക്ക് എല്ലാ മതക്കാരുമായ കൗമാരക്കാരികളായ പെൺകുട്ടികളും കൗമാരക്കാരായ ആൺകുട്ടികളും
ഈ ബിഗ് ബോസിന്റെ അകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ വേഷം കണ്ട്, അവരുടെ കൾച്ചർ കണ്ട്, അവരുടെ ഭാഷ കേട്ട്, അവർ ചെയ്യുന്ന സഭ്യേതരമായ സംസ്കാരങ്ങളെ കണ്ടിട്ട് വളർന്ന് അവരുടെ കുടുംബത്തിലൊക്കെ ഉള്ള നാൾക്ക് നാൾ അവർ കണ്ട ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെയൊക്കെ ഒന്ന് തള്ളി പറയട്ടെ. അതെല്ലായിടത്തുണ്ടായി. പണ്ട് ആദ്യമായിട്ട് മതങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം പുതിയ തലമുറയിൽ തുടങ്ങിയത് യൂറോപ്യൻ നാടുകളിലാണ്. അഥവാ LGBTQ കമ്മ്യൂണിറ്റി ആദ്യമായിട്ട് തലപൊക്കിയത് യൂറോപ്പിലാണല്ലോ. അപ്പോൾ യൂറോപ്യൻ നാട്ടിൽ അന്ന് അവരുടെ അച്ചാച്ചന്മാരും ഒക്കെ തന്നെ അന്നത്തെ വലിയ ചർച്ചുകളുടെ, ദേവാലയങ്ങളുടെ കമ്മിറ്റി ഭാരവാഹികളാണ്. ഈ ദേവാലയങ്ങളൊക്കെ അവരിങ്ങനെ ഉഷാറായി കൊണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണ് കുറേ ദശാബ്ദങ്ങൾക്ക് മുൻപ് യൂറോപ്യൻ നാട്ടിൽ അവിടെ അന്ന് വളർന്നു വരുന്ന കൗമാരക്കാർക്കിടയിൽ ഒരു ചിന്ത വന്നത്, ഇവരൊക്കെ വളരെ റിലാക്സായി ജീവിക്കണം, അതുകൊണ്ട് ലിവിങ് ടുഗദറിനോട് അവർക്കൊരു താല്പര്യം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ട പെൺകുട്ടിയുടെ കയ്യും പിടിച്ച് പോവാൻ ഒരു ധൈര്യം അവർക്ക് കിട്ടണം. അപ്പം അത് കിട്ടണമെങ്കിൽ അവരുടെ മതത്തിൻ്റെ മതിൽക്കെട്ടിനെ അവർക്ക് പൊളിക്കണം. കാരണം മതം അവരെ അതിനെ അനുവദിക്കുന്നില്ല. ഒരു മതവും അവിഹിതങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നില്ലല്ലോ. വിവാഹം എല്ലാ മതത്തിലും പരിശുദ്ധാണ്. ഇസ്ലാം മതത്തിൽ മഹർ മുന്നിൽ വെച്ച് 2 സാക്ഷി, ഒരു വലിയ, എന്നിട്ട് വലിയൻ്റെ മകളെ വരൻ വലിയൻ്റെ കൈ പിടിച്ചിട്ട് പറയാണ്, ഖബിൽതു മിൻക നിക്കാഹഹ, ഈ മഹറിന് പകരം അങ്ങയുടെ പുത്രിയെ ഞാൻ സ്വന്തമാക്കിയിരിക്കാൻ. അതേപോലെ ഹൈന്ദവ മതാചാര പ്രകാരം താലി ചാർത്തി, താലം കൈമാറി, മന്ത്രോച്ചാരണങ്ങൾ ഉരുവിട്ട്, നല്ല ധന്യമായ മുഹൂർത്തം നോക്കിയിട്ട് വേൾക്കുന്നു, വരണമാല്യം ചാർത്തുന്നു, സ്വയം വരിക്കുന്നു. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പരിണയങ്ങൾ. പരിണയം എന്ന് പറഞ്ഞാൽ തന്നെ കല്യാണം എന്നാണ്. ക്രൈസ്തവ മതത്തിൽ പുരോഹിതന്റെ മുമ്പിൽ പോയി കുർബാന വായിച്ച് വേദവാക്യങ്ങൾ ഉരുവിട്ട് ഏതോ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയെ ഏതോ കുടുംബത്തിൽപ്പെട്ട ഒരു ആൺകുട്ടി മതാചാര പ്രകാരം സ്വന്തമാക്കുന്നു. ഇതാണ് ഫ്രെയിംവർക്ക്. ഈ ഫ്രെയിംവർക്കിന്റെ പുറത്തുള്ളതാണ് ലിവിങ് ടുഗദർ. ഇപ്പം എറണാകുളത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെട്രോ നഗരങ്ങളിൽ പഠിക്കാൻ പോയതോ ജോലിക്ക് പോയതോ എന്തോ ആവട്ടെ, അത് നമ്മൾ ചർച്ചയല്ല. ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു യുവാവിനെ തൻ്റെ എതിർലിംഗത്തിൽപ്പെട്ട ഒരു യുവതിയെ കണ്ടു, അവളെ പ്രാപിക്കണമെന്ന് തോന്നി, അവിടെ അവന് ഏറ്റവും വലിയ തടസ്സം അതാണല്ലോ. അപ്പം ആ മതത്തെ പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ലിവിങ് ടുഗദറിലാണ്. കാരണം അവർക്ക് എല്ലാവിധ നിയമ സാധുതകളും അവരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് LGBT കമ്മ്യൂണിറ്റിക്ക് ഇത്രയും വോയിസ് കിട്ടുന്നത്. എല്ലായിടത്തും ഉണ്ടല്ലോ, എവിടെ വോയിസ് കിട്ടാതിരിക്കുന്നത്? അപ്പൊ അവരെ നോർമലൈസ് ചെയ്യാൻ കഴിയുന്നില്ല ഇന്ന്. കാരണം ഇന്ന് അവര് ആ രീതിയിൽ വളർന്ന് വലുതായി, അവരുടെ ചിന്തകൾ അങ്ങനെ ആയി മാറി. അത് പുതിയ തലമുറയിൽ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു വർഷത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് കഴിയുമ്പോഴേക്ക് നമ്മുടെ കുട്ടികളുടെ കൾച്ചർ മാറുന്നുണ്ട്, കൺസെപ്റ്റ് മാറുന്നുണ്ട്. പിന്നെ വാപ്പയും ഉമ്മയും അമ്മയും അച്ഛനും ഒക്കെ സൈഡാണെന്ന് പറയാൻ കാരണം എങ്ങനെയും ജീവിക്കാം. ഇപ്പൊ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് അവളുടെ ശിരോവസ്ത്രം അവളുടെ മതം കൊടുത്ത നിയമമാണ്. അത് ഇതര മതസ്ഥരായ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിം പെൺകുട്ടിയെ ബഹുമാനിക്കുന്നത് എപ്പോഴാണ്? അവൾ അവളുടെ ശിരോവസ്ത്രത്തെ പവിത്രമായി ധരിക്കുമ്പോഴാണ്. എന്താ കാരണം? അവൾ അവളുടെ മതത്തെ ആദരിക്കുന്നു, അതിനെ ആചരിക്കുന്നു എന്ന് മറ്റൊരു മതത്തിൽ നിന്ന് നോക്കിക്കാണുന്ന ഒരു സഹോദരിക്ക് മനസ്സിലാവാണ്. അപ്പൊ അവരെ ബഹുമാനിക്കാൻ തോന്നുകയാണ്. കാരണം ഓരോ മതവും പവിത്രമാണല്ലോ. അപ്പൊ ഈ യൂറോപ്യൻ നാട്ടിലുണ്ടായ മാറ്റം എന്താണ് അറിയോ? ദേവാലയങ്ങളിലേക്ക് എല്ലാ ഞായറാഴ്ചകളിലും കുർബാനക്ക് പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആളുകൾ പിന്നെ ഇടവകയിൽ മെല്ലെ മെല്ലെ പിന്തിരിയാൻ തുടങ്ങി. അവർക്ക് പിന്നെ പ്രാർത്ഥനയോട് താല്പര്യമല്ല. അപ്പം എന്താ, ഈ പള്ളിമേടയിലേക്ക് വരാത്ത, ചർച്ചിലേക്ക് കുർബാനയ്ക്ക് വരാത്ത, പങ്കെടുക്കാത്ത അന്നത്തെ ക്രൈസ്തവ യുവാക്കളെ പറ്റി പഠനം നടത്തിയപ്പോൾ അവരൊക്കെ സഭ്യേതരമായ അശുഭകരമായ ഏതൊക്കെയോ തിന്മകളിൽ ഏർപ്പെട്ടിരുന്നു. ഒന്നിരിക്കൽ നല്ല മദ്യപാനം, അല്ലെങ്കിൽ നല്ല ലഹരിയുടെ അടിമകള്, അല്ലെങ്കിൽ നല്ല അശ്ലീല സംസ്കാരത്തിന്റെ വക്താക്കള്, അല്ലെങ്കിൽ കണ്ണിൽ കണ്ട പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ മോഹിക്കുന്ന ആളുകൾ. അവർക്ക് പിന്നെ മതം പ്രശ്നമാണല്ലോ, മതം അവർ സൈഡാക്കി. അപ്പൊ ഇവരൊന്നും ചർച്ചിൽ വരാതെയായി. അങ്ങനെ പിന്നെ അടുത്ത ജനറേഷൻ വന്നു, വീണ്ടും അടുത്ത ജനറേഷൻ വന്നു, പിന്നെ ചർച്ചിൽ ആളില്ലാതെയായി. പിന്നെ മൂന്നാമത്തെ ജനറേഷൻ അവിടെ രൂപപ്പെട്ടപ്പോൾ അവരെല്ലാവരും സംയുക്ത ആഭിമുഖ്യത്തിൽ കൂടി തീരുമാനിച്ചു, നമ്മളെ ചർച്ച് ഞായറാഴ്ച പോലും കാലിയായി ശൂന്യമായിട്ട് കിടക്കുകയാണ്. എന്തിനാണ്
ഒരു വലിയ ഒരു മെട്രോ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് 5000 സ്ക്വയർ ഫീറ്റും 10000 സ്ക്വയർ ഫീറ്റൊക്കെ വിശാല വിസ്തൃതിയുള്ള ഒരു സ്പേസ് നമ്മൾ ദേവാലയം എന്ന് പറഞ്ഞ് ഒഴിച്ചിടുന്നത് എന്തിനാണ്? നമുക്കത് റെൻ്റ് ഔട്ട് ചെയ്തൂടെ? അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്തൂടെ? അതിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്തൂടെ? അത് 2/3 ഭൂരിപക്ഷത്തിൽ സംയുക്താഭിമുഖ്യത്തിൽ പാസ്സാവാണ്. അങ്ങനെ അടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഇംഗ്ലീഷ് പത്രത്തിൽ പരസ്യം വന്നു, ദേവാലയം വിൽപ്പനയ്ക്ക്. അത് വാങ്ങി കുറച്ച് ആൾക്കാർ. അത് കൊമേഴ്ഷ്യൽ പ്ലോട്ടായി, അത് സിനിമ തിയേറ്ററായി, അത് ഓഡിറ്റോറിയമായി, അത് വയർ ഹൗസുകളായി. അവിടെ നിന്ന് തുടങ്ങിയതാണ് മതത്തിൽ നിന്നുള്ള തെറിച്ചുപോക്ക്. പിന്നെ കേരളത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ ഓരോ മതങ്ങൾക്കും ഓരോ ആചാരമുണ്ട്. പണ്ട് അക്കിത്തം നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഞങ്ങൾ നമ്പൂതിരി വിഭാഗങ്ങൾക്ക് ഊഷിക്കുടമ നിർബന്ധമാണ്, മീശ വളർത്താനും പാടില്ല. അപ്പം മീശ നിഷിദ്ധം, ഊഷിക്കുടമ നിർബന്ധം. അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കുലത്തൊഴിലുകളൊക്കെ പഠിച്ച് ഒഴിവാക്കി ചില ആളുകൾ വലിയ ഫാക്ടറികളിലേക്ക്, വ്യവസായശാലകളിലേക്കൊക്കെ ജോലിക്ക് പോയി അവർ തൊഴിലെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവരുടെ ഊഷിക്കുടമ കാണുന്നില്ല. അതിന് പകരം അവർ മീശ വളർത്തിയിട്ടുണ്ട്. വേദങ്ങൾ ജപിക്കുന്ന വായ കൊണ്ട് അവർ ഓക്കാനമുണ്ടാക്കുന്ന മീനും മത്സ്യവും മാംസവും ഒക്കെ കഴിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതയിൽ അത് കൃത്യമായി പാടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഊഷിക്കുടമ മുറിച്ചു വളർത്തിമേൽ മീശയും പൂണുനൂലൂരിക്കളഞ്ഞവൻ. ഫാക്ടറിയിൽ തൊഴിലിന് പോയ ഒരു നമ്പൂതിരി യുവാവിൻ്റെ പരിവർത്തനമാണ്, മാറ്റമാണ്. ഊഷിക്കുടമ മുറിച്ചു വളർത്തിമേൽ മീശയും പൂണുനൂലൂരിക്കളഞ്ഞവൻ. ഓത്തുവായി കൊണ്ടു ജപിക്കേണ്ടി വന്നുമേ ഒക്കാനമേകുന്ന മീനും ഇറച്ചിയും. ഒത്തുവായി കൊണ്ടു കഴിക്കേണ്ടി വന്നുമേ ഒക്കാനമേകുന്ന മീനും ഇറച്ചിയും. വേദങ്ങൾ ഓതുന്ന നാവുകൊണ്ട്, വായ കൊണ്ട് ഓക്കാനമുണ്ടാക്കുന്ന മാംസവും മത്സ്യവും ഒക്കെ അവൻ ഭക്ഷിച്ചു. അപ്പം അവനും അപജയം ഉണ്ടായി എന്നാണ് അവിടെ പറയുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, എന്ത് ഇന്നത്തെ സോഷ്യൽ മീഡിയ അഡിക്ഷനിലൂടെ എൻ്റെ എല്ലാ ലോകവും സോഷ്യൽ മീഡിയയാണ്, എൻ്റെ ലൈഫ് സ്ക്രീൻ ലൈഫാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ നമ്മുടെ തലമുറയിൽപ്പെട്ട മക്കളെ നമ്മളെ വരുതിയിൽ, നമ്മളെ ധാർമ്മിക അടിത്തറയിൽ പിടിച്ചു നിർത്തിയിട്ടില്ലെങ്കിൽ ഒരു 5 കൊല്ലോ 10 കൊല്ലോ ഒക്കെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി, മദ്രസ വിൽപ്പനക്ക് അല്ലെങ്കിൽ പള്ളി വാടകക്ക് എന്നൊക്കെ പറയുന്ന രംഗത്തെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ മതപരമായ അപജയമാണ് എല്ലാ തലമുറയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ ഉണ്ടാക്കുക? പിതാവിനെ ഒറ്റപ്പെടുത്തും, മാതാവിനെ ഒറ്റപ്പെടുത്തും. കുട്ടിയൊക്കെ വേറെ ഒന്നും വേണ്ടിയിട്ടില്ല. ഇപ്പം ഇന്ന് തന്നെ നമ്മളെ കുട്ടികൾ വിചാരിക്കുകയാണ് എൻ്റെ ഒരു ഫോണ് അതൊരു ഇൻസ്ട്രുമെൻ്റാണ്, അതൊരു ടൂളാണ്, അതുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആരും ആവശ്യമില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിലും സ്വന്തം മനസാക്ഷിയോട് മനോഗതം ചെയ്ത് ജീവിക്കുന്ന ഒരു തലമുറ നമുക്കിടയിൽ വളർന്നു വരികയാണ്. സപ്പോസ് നമ്മൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഫുഡ്, ഒരു കുട്ടിക്ക് ഭക്ഷണം വേണമെങ്കിൽ പണ്ട് ഉമ്മാൻ്റെ അടുത്ത് പോയി പറയണമായിരുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പറയണമായിരുന്നു. ഇന്ന് സ്വന്തം മൊബൈൽ ഫോണിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ സ്റ്റെപ്പിൽ സ്വിഗ്ഗിയുടെ ബോയ് എത്തുകയാണ്, അല്ലെങ്കിൽ ഡെലിവറി ബോയ് എത്തുകയാണ്, KFC കിട്ടുകയാണ്, ബ്രോസ്റ്റ് കിട്ടുകയാണ്, അൽഫാം കിട്ടുകയാണ്, എല്ലാം കിട്ടുകയാണ്. കുട്ടിക്ക് കോൺഫിഡൻ്റ് ആയി. എല്ലാം സാർവത്രികമായി നടക്കുന്നൊരു കാലമാണ്. ഏണിങ്സ് ഫോണിൻ്റെ അകത്താണ്. ഗൂഗിൾ പേ, GPay ആകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, ക്യാഷ് ട്രാൻസാക്ഷൻ അതിൻ്റെ അകത്താണ്. ജോലി ചെയ്യുന്നത് അതിൻ്റെ അകത്താണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫോണുണ്ടെങ്കിൽ ഒരാൾക്ക് ഇന്നത്തെ ലോകത്ത് പിടിച്ചു നിൽക്കാനും കഴിയല്ലോ. അപ്പം എല്ലാം അതിലായി കഴിഞ്ഞാൽ പിന്നെ സൈഡാകുന്നത് തീരമാണ്. തീരം എന്ന് പറയുന്നത് കുടുംബമാണ്. ഇപ്പം നമ്മളെ കുട്ടികൾക്ക് തീരം നഷ്ടപ്പെട്ട് അവർ തിരമാലയിൽ ഇങ്ങനെ മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തീരം കുട്ടികൾക്ക് നഷ്ടപ്പെട്ടാലേ അത് വലിയ അപകടമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്
ഉടയ തമ്പുരാനാകുന്ന റബ്ബ് തആല അവനെ മാത്രം ആരാധിക്കാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളോട് ഗുണം ചെയ്യലാണ്. മാതാപിതാക്കളോട് ഗുണം ചെയ്യാന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ വലിയൊരു കടമയും കർത്തവ്യവുമാണ്. ഉമ്മക്കും ഉപ്പക്കും അച്ഛനമ്മമാർക്കും ഒക്കെ പിന്നെ നമ്മളല്ലാതെ ആരാളുള്ളത്? പണ്ട് കൽപ്പറ്റ നാരായണ മാഷ് പറയുന്നുണ്ട്, ഒടുവിൽ അമ്മ എന്നെ പെറ്റു തീർന്നു. അമ്മ എപ്പോഴാണ് ഒരു കുട്ടിയെ പ്രസവിച്ചു തീരുന്നത്? അമ്മ മരിക്കുമ്പോഴാണ്. അമ്മ മരിക്കുന്നത് വരെ അമ്മയുടെ പേറ്റുനോവിൻ്റെ നൊമ്പരം അമ്മ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. കുട്ടി എത്ര വലുതായാലും നമ്മൾ പറയാറുണ്ട്, 500 വയസ്സുള്ള ഒരു അപ്പൂപ്പനും കുഞ്ഞാണ്, കാരണം അവർക്കും അമ്മയുണ്ട്. 500 വയസ്സുള്ള ഒരാളാണെങ്കിലും അയാളൊരു കുട്ടിയാണ്, കാരണം അയാളൊരു അമ്മയുടെ പുത്രനാണല്ലോ. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ സ്വയം കൊച്ചാകുന്നു, ചെറിയ കുട്ടിയാകുന്നു. നമുക്ക് മക്കളുണ്ടാവാം, നമുക്ക് പേരമക്കളുണ്ടാവാം, എന്നാലും നമ്മുടെ മാതാവിൻ്റെ മുമ്പിൽ നമ്മളൊരു കുട്ടിയാണ്. അപ്പോൾ ആ ഉമ്മ എന്ന് പറയുന്നൊരു വികാരത്തിൻ്റെ പുറത്തായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിരുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പ്രവാസികളുടെ നാടാണല്ലോ. പഴയ കാലത്ത് സിലോണിലേക്ക്, മലേഷ്യയിലേക്ക്, പേർഷ്യയിലേക്ക് ഒക്കെയായിരുന്നു നമ്മളുടെ പ്രവാസം, പച്ചപ്പ് തേടിയിട്ടുള്ള യാത്ര. ഇന്ന് അത് നമ്മൾ ദുബായിലേക്കും മറ്റ് GCC രാജ്യങ്ങളിലേക്കും ഒക്കെ പറിച്ച് നട്ടിരിക്കുകയാണ്. പ്രവാസത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ല. അപ്പം ആ പ്രവാസ ലോക ജീവിതം നമ്മൾ എത്ര നാട്ടിലേക്ക് വീഡിയോ കോൺഫറൻസ് നടത്തുകയാണെങ്കിലും അതൊരു നൊമ്പരമാണ്, അതൊരു പരിത്യാഗമാണ്. ഉമ്മയെ പള്ളിയിലെ ഉസ്താദ് വന്ന് വീട്ടിൽ കയറി പ്രവാസി എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവൻ്റെ ലഗേജും അവൻ്റെ സൂട്ട് കേസും എല്ലാം എടുത്ത് പുറത്തിറങ്ങാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് നടത്തുന്നൊരു പ്രാർത്ഥനയാണ്. ഉസ്താദ് ദുആ ചെയ്ത് അവനെല്ലാവരോടും സലാമാക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി പോരുമ്പോൾ ഭാര്യനെ കണ്ടു, മക്കളെ കണ്ടു, അവർക്കൊക്കെ ഷെയ്ക്കാൻ്റെ കൊടുത്തു, അവർ ഹഗ് ചെയ്ത് അവസാനം ഒടുക്കത്തെ അവകാശിയെ പോലെ സിറ്റ് ഔട്ടിലെ സ്റ്റൂളിൽ ഉമ്മ ഇരിക്കുന്നുണ്ട്. ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ആ പ്രവാസിയായ യുവാവ് ഇറങ്ങാൻ നേരത്ത് നിയന്ത്രണം വിട്ട് കരയാണ്. അവൻ്റെ കണ്ണീരിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പഠിച്ചോനെ, എൻ്റെ അർബാബ്, എൻ്റെ കഫീൽ ഇനി 2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് ലീവ് തരിക. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ പ്രായാധിക്യം കൊണ്ട് ഇപ്പം തന്നെ അവശത പേറിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഉമ്മാനെ ഇതേ ബോധത്തോടെ എനിക്ക് ഹഗ് ചെയ്യാൻ കഴിയോ? അതല്ല 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞോളെ ആരാണ് വരുന്നത് എന്ന് അൽഷിമേഴ്സ് ബാധിച്ചു പോയ എൻ്റെ ഉമ്മ എന്നെപ്പറ്റി തിരക്കുമോ എന്നുള്ള സങ്കടം. അതല്ല, എൻ്റെ ഉമ്മ ജീവനോടെ ഈ ദുനിയാവിൽ ഉണ്ടാവോ എന്നുള്ള സങ്കടം. അപ്പൊ പ്രവാസി തന്നെ പേറ്റുനോവ് പോലെ ചേർത്ത് പിടിച്ച മാതാവിനെ അവസാനമായിട്ട് യാത്ര പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ കണ്ണീരിന് ചൂടുണ്ട്. ആ ചൂടുള്ള കണ്ണീരിന് ഒരുപാട് അർത്ഥമുണ്ട്, ആ അർത്ഥത്തിന് ഒരുപാട് ഗ്രാവിറ്റി ഉണ്ട്. കാരണം അവനിങ്ങനെ അനുഭവിക്കുകയാണല്ലോ. ഇപ്പം ദാമ്പത്യത്തെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്ക്. 2 പേര്, ഒരാണ് ഒരു പെണ്ണ് ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ ആ ജീവിതത്തിൻ്റെ ഇടയിൽ 2 ആളും എന്നും ഒരുപോലെ ജീവിക്കോ? ആരും ഒരാൾ നേരത്തെ ഇറങ്ങിപ്പോകൂലേ? അത് എപ്പോഴാണെന്നുള്ളതിലല്ലേ തർക്കമുള്ളൂ. നമ്മൾ ആ ദാമ്പത്യത്തിൻ്റെ ഗരിമ നമ്മളിലേക്കൊക്കെ ഹൃദ്യമായി കിട്ടണമെങ്കിൽ ഇടക്കിടക്ക് ഇതിനെങ്ങനെ ആലോചിക്കണം. ഈ ദുനിയാവ് എന്നുള്ള അരക്ഷിതാവസ്ഥയുടെ ലോകത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവിയുടെ ജനാസ ഭർത്താവാകുന്ന അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മദീനത്തെ പറമ്പാകുന്ന ജന്നത്തുൽ ബഖീന്റെ 6 അടി മണ്ണിലേക്ക് താഴ്ത്തിവെച്ചു. ഫാത്തിമ ബീവിയുടെ ഭൗതിക ശരീരം മറവ് ചെയ്തിരിക്കുന്ന ശ്മശാന മൂകതയുള്ള ജന്നത്തുൽ ബഖീന്റെ പള്ളിക്കാട്ടിൽ ആ കുഴിമാടത്തിന്റെ വക്കത്ത് എല്ലാ കർമ്മങ്ങളും തീർന്നപ്പോ, എല്ലാവരും പിരിഞ്ഞു പോയപ്പോ ഭർത്താവായ അലിയാരി തങ്ങളെ ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ പരിസരത്ത് ഇങ്ങനെ മുട്ടുകുത്തി ഇരിക്കുകയാണ്. എന്നിട്ട് ഖബറിനോട് സ്വകാര്യം പറയാൻ, ഖബറേ, നിന്റെ മടിത്തട്ടിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചത് എൻ്റെ ഫാത്തിമാനെയാണ്. ഇന്നലെ രാത്രി വരെ എൻ്റെ ഫാത്തിമ കെട്ടിപ്പിടിച്ച് കിടന്നത് എന്നെയായിരുന്നു ഖബറെ. ഇന്നു മുതൽ എൻ്റെ ഫാത്തിമ കെട്ടിപ്പുണർന്ന് കിടക്കുന്നത് നിന്നെയാണ് ഖബറെ. അതുകൊണ്ട് ഒറ്റ കാര്യമുണ്ട് നിന്നോട് പറയാൻ, ഈ അലിക്ക് എൻ്റെ ഫാത്തിമാനെ ഇന്നുവരെ ഞാൻ വിഷമിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നീയും ഇലാ യൗമിൽ ഖിയാമ
എൻ്റെ ഫാത്തിമാനെ വിഷമിപ്പിക്കരുതേ, നോവിക്കരുതേ ഖബറേ എന്ന് പറഞ്ഞ് ജന്നത്തുൽ ബഖീന്റെ ശാന്തമായ മൈതാനപ്പരപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു ഭർത്താവ് സയ്യിദുന അലിയുൻ കറമല്ലാഹു വജ്ഹ. ദാമ്പത്യത്തിന് എപ്പോഴാണ് മധുരമുള്ളത്? മിനിയാന്നത്തെ പത്രം എടുത്ത് നോക്കിയപ്പോൾ മലയാളക്കരയുടെ അഭ്രപാളികളിൽ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി മലയാളിയെ ഒരുപാട് മേഖലയിലേക്ക് കൊണ്ടുപോയി എന്ന് പത്രമാധ്യമങ്ങൾ വാചാലമായിട്ട് എഴുതിപ്പിടിപ്പിച്ച മലയാളക്കരയിൽ നിന്ന് വിട പറഞ്ഞു പോയ നടൻ ശ്രീനിവാസൻ. അദ്ദേഹം വെള്ളിത്തിരയിൽ ഒരുപാട് വേഷപ്രച്ഛന്നതകൾക്ക് സാക്ഷിയായിട്ടുണ്ട്. ശരിയാണ്, ശ്രീനിവാസൻ ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അധ്യാപിക അദ്ദേഹത്തിൻ്റെ മുഖത്ത് അവസാന ചുംബനം കൊടുക്കുന്നത് പത്രദ്വാര ഒരു ചിത്രം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചിതയിലേക്ക് തൻ്റെ പ്രിയതമനെ എടുക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് ഒടുക്കത്തെ ഒരു മുത്തം, എന്നിട്ടതിൻ്റെ താഴെ ഒരു വിശദീകരണം. ഈ മുത്തത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. എന്താണത്? ഇനി എൻ്റെ ഭർത്താവിൻ്റെ ഈ ശരീരം ഞാൻ കാണില്ല. എത്ര ദശാബ്ദങ്ങളിൽ എന്നെ രൂപപ്പെടുത്തിയ മനുഷ്യനാണിത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചത് ഓരോ ദാമ്പത്യവും ഇങ്ങനെയാണല്ലോ എന്നുള്ളതിനെ പറ്റിയാണ്. ഓരോ ദാമ്പത്യം ആരോ ഒരാൾ ആദ്യം ഇറങ്ങിപ്പോവാൻ, അതാരും ആവാം. ഈ ലോകത്തിൻ്റെ നിയതമായ തീരുമാനം തന്നെ അങ്ങനെയാണ്. രണ്ടാൾ ഒന്നിച്ച് എന്നല്ല, കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ. കവി ചോദിക്കുകയാണ്, നമ്മൾ ജനിച്ചത് ഒരു സമയത്തല്ല, നമ്മൾ മരിക്കുന്നതും ഒരു സമയത്തായിക്കൊള്ളണമെന്നില്ല. മധ്യേ അതിൻ്റെ ഇടയിലുള്ള ഈ ഇന്റർവെല്ലിൽ നമ്മളിങ്ങനെ കുറച്ചു നേരം കാണുകയാണ്. ആ കാണുന്ന നമ്മളാണ് തമ്മിൽ തല്ലുന്നത്. ആ കാണുന്ന നമ്മളാണ് ഫ്ലെക്സ് യുദ്ധങ്ങൾ നടത്തുന്നത്. ആ കാണുന്ന നമ്മളാണ് വാട്സപ്പിൽ ഗീർവാണം നടത്തുന്നത്. അല്ലേ? നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. പണ്ട് നാരായണ ഗുരു മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട്, നീ ആരാണ് എന്ന് നിന്നെപ്പറ്റി നീ ആലോചിച്ചിട്ടുണ്ടോ? തൊലി, എലുമ്പ്, മലം. നീ ആരാ? ഒരു മൂത്രസഞ്ചിയും ഒരു മലസഞ്ചിയും, ഒരു മലാശയ കിറ്റും ഒരു മൂത്രാശയ കിറ്റും. ഈ രണ്ട് കിറ്റുകൾ അത് പുറത്തല്ല, ബോഡിയുടെ അകത്ത് വഹിച്ച് നടക്കുന്ന ഒരു രൂപമല്ലേ, ഒരു അസ്ഥി പഞ്ചരമല്ലേ മനുഷ്യ. നീ നിനക്ക് എങ്ങനെ വേറൊരാൾക്ക് പാരവെക്കാൻ കഴിയും? നമ്മളെ പറ്റി ചിന്തിച്ചു നോക്കുക, അല്ലേ? ഒരൊറ്റ ശ്വാസത്തിന്റെ അകമ്പടി മുകളിലേക്ക് ഇട്ടത് തിരിച്ചിങ്ങോട്ട് തരാൻ അള്ളാഹു പെർമിഷൻ തന്നിട്ടില്ലെങ്കിൽ നമ്മളെ പേര് മയ്യിത്ത. ബാപ്പയും ഉമ്മയിട്ട പേര് മാറി. പിന്നെ ഈ ഇടവഴിയിലൂടെ ജീപ്പിന്റെ കാരിയറിന്റെ മുകളിൽ കാഹളം കെട്ടിയിട്ട് അനൗൺസ്മെന്റ് പോവാൻ, നാട്ടുകാരെ ഒരു മരണവാർത്ത. പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഇന്നാലില്ലാഹി എന്ന അനൗൺസ്മെന്റ് ഒഴുകി പരക്കാൻ കേട്ടവർ ചോദിക്കുകയാണ്, ആരാ മരിച്ചത്? അപ്പൊ പറഞ്ഞു 30-കാരനാണ്, 40-കാരിയാണ്. നമ്മൾ കൺവിൻസ്ഡ് ആവാൻ 30-കാരൻ മരിച്ചോ എന്ന് ആശ്ചര്യത്തോടെ ചോദ്യം പോലും നമുക്കില്ല. അതെ, എന്നാ നമ്മൾ ഇന്നാലില്ല പറയാൻ. എത്ര പെട്ടെന്ന് ആ മനുഷ്യത അംഗീകരിക്കണത്, അല്ലേ? എത്ര പെട്ടെന്നാ നമ്മൾ ഈ മരണത്തെ അംഗീകരിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഈ നീർപ്പോള പോലെയുള്ള, അതാണ് ഗുരു പറഞ്ഞത്, തൊലിയലുമ്പ് മലം മന്ദക്കലകളേന്തു മഹന്ത കാൺക പൊലിയും. ഇത് തൊലിയും എലുമ്പും മലവും ഇതൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്ന അന്ധക്കലകളേന്തു മഹന്ത, ഉള്ളിലെ ഒരുപാട് അഹന്തയുടെ തീനാളമായിട്ട് നടക്കുന്ന മനുഷ്യ, നീ അറിയുന്നുണ്ടോ? പൊലിയും. ഇതൊക്കെ പൊലിഞ്ഞു പോകും, ഇതൊക്കെ അസ്തമിക്കും, ഇതൊക്കെ അസ്ഥാനത്താകും. നമ്മൾ ഇവിടെ നിന്ന് വിട പറയും എന്നർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു കൊടുക്കുന്ന കൈകൾക്കൊക്കെ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ കൈകളെ അള്ളാഹു ചോർന്നു പോവാത്ത കൈകളാക്കി മാറ്റട്ടെ. ലാഭങ്ങൾ, ബർക്കത്തുകൾ വിരുന്നു വരുന്ന കൈകളാക്കി അള്ളാഹു ഈ ഒരൊറ്റ കൊടുതി കൊണ്ട് നമ്മളെ കൈകളെ പരിവർത്തിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം എല്ലാവരും നന്നായി സംഭാവന ചെയ്യുക. ആ സംഭാവന ചെയ്യുമ്പോൾ നല്ല നീയത്ത്, നമ്മുടെ മനസാക്ഷി പടച്ചവനോട് ഇങ്ങനെ പറയണം, ഇത് നല്ലൊരു മജ്ലിസാണ്,
അന്തരീക്ഷത്തിൽ സ്നേഹത്തെ പറയുന്ന സദസ്സിൽ പരിശുദ്ധ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ ഹഫലത്തിൻ്റെ മലായിക്കത്ത് മാലാകമാർ നമുക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി അപേക്ഷിക്കും, തേടും. അവർ തേടിയ കാര്യം നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് നമുക്ക് വേണ്ടി അവർ ശുപാർശകരായി പഠിച്ചവനോട് പറയും. അപ്പോൾ ജീവിതത്തിന് അർത്ഥങ്ങൾ വേണം. അനർത്ഥങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്താണ് നമ്മളൊക്കെ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളിലും അത് പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം അടുത്ത് തമിഴ്നാട്ടിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടു. അവിടെ പ്രായാധിക്യം ചെന്ന മാതാപിതാക്കളെ മക്കളാകുന്ന ബന്ധുക്കള്, സ്വന്തക്കാര് തലേക്കുത്തൽ ചടങ്ങ് നടത്തിയിട്ട് കൊല്ലുക. എന്താ ഈ തലേക്കുത്തൽ ചടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് കിട്ടും. അതുമായി ബന്ധപ്പെട്ട് ദി പേഴ്സൺ ഈസ് ഗിവൺ ആൻ എക്സ്റ്റെൻസീവ് ഓയിൽ ബാത്ത് ഏർലി ഇൻ ദി മോർണിംഗ് ആൻഡ് എ ഗ്ലാസ് ഓഫ് ടെൻഡർ കോക്കനട്ട് വാട്ടർ വിത്ത് ആൻഡ് വിച്ച് റിസൾട്ട് ഇൻ ദി കിഡ്നി ഫെയിലിയർ. രാവിലെ തന്നെ പ്രായമായിട്ട് കിടക്കുന്ന അപ്പൻ, 85 വയസ്സൊക്കെ ഉണ്ടാവും, അപ്പൻ എണീക്കാൻ കഴിയൂല. അപ്പൻ ഇങ്ങനെ ബെഡ് റിഡണായി, ആള് സിക്കായി കിടന്നു, ഇനി ബെഡിൽ നിന്ന് എണീക്കൂല. ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മാതാവോ പിതാവോ ബെഡ് റിഡണായി അല്ലെങ്കിൽ ശയ്യ അവലംബിയായി എന്നാണല്ലോ നമ്മളതിൻ്റെ മലയാളം പറയാം. ശയ്യാവലംബിയായി എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ബാത്റൂമിലേക്ക് പോലും ഇയാളെ കൊണ്ടുപോകാൻ കഴിയൂല. അയാൾ ശയ്യയെ അഥവാ ബെഡിനെ അവലംബിച്ചു എന്നാണല്ലോ ശയ്യാവലംബി എന്ന വാക്കിന്റെ അർത്ഥം. അതാണ് വീട്ടുകാർക്ക് ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടം എന്നാണ്. കാരണം ഇനി ഒരു കൊച്ചുകുട്ടിയെ നോക്കുമ്പോലെ നോക്കണം, വെള്ളം വായിൽ കൊടുക്കണം, ദ്രവരൂപത്തിലുള്ള പദാർത്ഥങ്ങൾ കൊടുക്കണം, മലവും മൂത്രവും അവിടെ തന്നെ വിസർജിക്കുന്നതാണ്, അതിനെ ശുദ്ധിയാക്കണം, വൃത്തിയാക്കണം. അതിന് നല്ല ക്ഷമ വേണം. നല്ല ക്ഷമ എന്ന് പറഞ്ഞാൽ ആരാണ് എൻ്റെ മാതാവ്, ആരാണ് എൻ്റെ പിതാവ് എന്ന ദൈവികമായ വെളിപാടിൻ്റെ പുറത്തുള്ള പടച്ചോനെ പേടിച്ചിട്ടുള്ള ബോധം തന്നെ വേണം എന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ബർറു ആബാഅക്കും. നമ്മളെ മക്കളൊക്കെ നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ എടുക്കേണ്ട പണി എന്താ? വിധങ്ങൾ പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങളെ മക്കൾ നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങളെ മക്കളോട് നിങ്ങൾ അമിതമായി സ്നേഹം കൊടുക്കല്ല വേണ്ടത്. പിന്നെ നിങ്ങളുടെ ഹയാത്തിലുള്ള ഉമ്മാനും ഉപ്പാനും സ്നേഹിക്കുക വേണ്ടത്. അപ്പോൾ തബുറുക്കും അബുനാവുക്കും, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളെ സ്നേഹിക്കുന്നതാണ്, നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. ബർറു ആബാഅക്കും, യുവതി യുവാക്കളെ നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ അവരുടെ വയസ്സാം കാലത്ത് നിങ്ങൾ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുക. തബുറുക്കും അബ്നാഉക്കും, അപ്പൊ നിങ്ങളുടെ മക്കൾ നിങ്ങളെയും സ്നേഹിക്കുന്നതാണ്. ഇത് പ്രകൃതിപരമായ ഒരു ദൗത്യമാണ്, പ്രകൃതിപരമായ ദൗത്യം. ഇതിനാണ് പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറയുന്നത്. കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറയൂലേ. എന്താ കാവ്യനീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപത്തിന്റെ ശമ്പളം മരണത്തിന്റെ മുമ്പ് തന്നെ വാങ്ങിയിട്ടേ ഒരാൾ ഇവിടെ നിന്നാണ്ട് പോവുള്ളൂ. മാതാപിതാക്കളെ ദ്രോഹിച്ചോന് വേറെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ദ്രോഹം ഏറ്റുവാങ്ങാൻ, അല്ലെങ്കിൽ വേറെ ഒരാളെ ഇറസ്പെക്ട് ചെയ്തവൻ മറ്റൊരാളാൽ റെസ്പെക്ട് കിട്ടാതെ ബുദ്ധിമുട്ടേണ്ടി വരികയാണ്. ഇതിനാണ് പ്രകൃതിപരമായ കാവ്യനീതി എന്ന് നമ്മൾ പറയുന്നത്. ഇത് കാലം കാത്തുവച്ച ഒരു സാധനമാണ്. സാബിത്തുൽ ബുനാനി എന്ന് പറയുന്ന ഇസ്ലാം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ നാട്ടിലൂടെ നടന്നു പോകുന്ന ഒരു രംഗം അദ്ദേഹം ചരിത്ര പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. സാബിത്തുൽ ബുനാനി തങ്ങൾ പറയാണ്, ഞാൻ എൻ്റെ മഹല്ലിൽ എൻ്റെ നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ റഅയ്തു റജുലൻ യദ്രിബു അബാഹു, സ്വന്തം വാപ്പാനെ തല്ലുന്ന ഒരു മകനെ ഞാൻ കണ്ടു. മക്കള് വാപ്പാരടിക്കുവോ? എന്നാൽ ഞാൻ കണ്ടത് അതാണ് എന്ന് മഹാനായ സാബിത്തുൽ ബുനാനി തങ്ങൾ കിതാബിൽ എഴുതി വച്ചിരിക്കാൻ. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം പിതാവിനെ തൻ്റെ കൈ കൊണ്ടിങ്ങനെ അടിക്കുന്ന രംഗമാണ് ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ഈ പിതാവിനെ അടിക്കുന്ന മോനോട് ചോദിച്ചു, ലിമ തദ്രിബു അബാക, എന്തിനാടാ സഹോദര നീ നിന്റെ വാപ്പാനെ അടിക്കുന്നത്? അപ്പൊ അടി വാങ്ങണ വാപ്പ എന്നോട് മറുപടി പറയാണ്, ഹല്ലൂഹു സബീലഹു, എൻ്റെ മകനല്ലേ എന്നെ അടിക്കണത്, തേർഡ് പാർട്ടി ആകുന്ന നിങ്ങൾ എന്തിനാ ഈ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത്? അത് ഞാനും മകനും തമ്മിലായിക്കോളാം. അതുകൊണ്ട് എന്നെ അടിക്കുന്ന എൻ്റെ മകനെ നിങ്ങൾ പിടിച്ചു വെക്കേണ്ട കാര്യമില്ല, ലെറ്റ് ഹിം ഫ്രീ, അവൻ അവൻ്റെ വഴിക്ക് വിട് എന്ന് അടി വാങ്ങണ വാപ്പ പറയാണ്.
സാബിത്തുൽ ബുനാനി എന്ന് പറയുന്ന പണ്ഡിതൻ പറയാണ്, ഈ പിതാവിൻ്റെ മറുപടി എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തി. കാരണം ഏതെങ്കിലും ഒരു പിതാവ് ഇങ്ങനെ പറയോ? അടി വാങ്ങണ ഒരു പിതാവ് മകനിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയ മൂന്നാം കക്ഷിയെ ശ്ലാഘിക്കല്ലേ ചെയ്യുക. അതിന് പകരം ഈ പിതാവ് പറയുന്ന കാര്യം എന്താണ്? അവൻ്റെ ബൈക്ക് വിട്, അവൻ എന്നെ തച്ചോട്ടെ. ഈ സദസ്സെല്ലാം കഴിഞ്ഞ് സന്ധ്യാനേരത്ത് ഞാൻ ആ പിതാവിനെ അടി വാങ്ങിയ വാപ്പാൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ തിരക്കി. നിങ്ങളെന്താ ഇങ്ങനെ പറയാൻ കാരണം? ഞാൻ നിങ്ങളെ രക്ഷിക്കാനല്ലേ വന്നത്, നിങ്ങളെ മകൻ്റെ കൈ ഞാനല്ലേ പിടിച്ചു വെച്ചത്, പിന്നെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ഈ പിതാവ് പറഞ്ഞ മറുപടി എന്താ അറിയോ? അത് കാലം എനിക്ക് വരവ് വെച്ചതാണ്, അത് കിട്ടേണ്ടതാണ്, അത് വഴി തങ്ങാൻ പാടില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കാര്യം പിടികിട്ടിയില്ല, നിങ്ങളതൊന്ന് വിശദീകരിച്ച് തരണം. അപ്പൊ ഈ പിതാവ് പറഞ്ഞു കൊടുത്ത എന്താണ്? 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വഴിയിൽ വെച്ച് ഇന്ന് ഖബറിൽ കിടക്കണ എൻ്റെ പ്രായം ചെന്ന വാപ്പാനെ ഞാൻ അടിച്ചത് ഈ സ്പോട്ടിൽ വെച്ചാണ്. ഇപ്പം എൻ്റെ അതേ മകന് അതേ വഴിയിൽ വെച്ച് എന്നെ അടിച്ചു. ഇപ്പം എൻ്റെ മകൻ്റെ അടി വാങ്ങിയപ്പോൾ നിങ്ങൾ തടുക്കാൻ വന്നപ്പോൾ ഞാൻ ആദ്യം ഓർത്തുപോയത്, പടച്ചോനെ ഇവിടെ വെച്ചാണല്ലോ ഞാൻ എൻ്റെ വാപ്പാൻ അടിച്ചിരുന്നത്. ഇപ്പം എൻ്റെ മകൻ ഇവിടെ അടിക്കാനുള്ള കാരണം കാലത്തിൻ്റെ കാവ്യനീതിയാണ്. അപ്പം ഞാൻ തടുക്കാൻ വന്ന നിങ്ങളോട് പറഞ്ഞത് ഖല്ലൂഹു ത്വരീഖഹു, അവൻ്റെ ബൈക്ക് വിട് എന്ന് പറയാൻ കാരണം, ഇപ്പം എൻ്റെ മോൻ്റെ അടുത്ത് നീ അടി ഞാൻ വാങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് നാളെ ഖബർ നീക്കാരം അതിൻ്റെ ബാക്കി കിട്ടുക, അതുകൊണ്ട് ഞാനത് ഇവിടുന്ന് തന്നെ വാങ്ങട്ടെ എന്ന് പിതാവ് മറുപടി പറഞ്ഞു എന്ന് മഹാനായ സാബിത്തുൽ ബുനാനി തങ്ങൾ തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്.